ഈ യാതൊരു സേവനവും നൽകാതെ വീണ കൈപ്പറ്റിയുള്ള മുഴുവൻ പണവും പിണറായി വിജയൻ്റെയാണ്. പിണറായി വിജയന് കൊടുത്ത കൈക്കൂലിയാണ്, ഈ നാടിനെ വിറ്റതാണ്. ഞാൻ പറയട്ടെ, തോറിയം ഈ നാട്ടിൽ നിന്നും കടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഒരു മഞ്ഞുമലയുടെ മൂല മാത്രമാണ്. അത്രയായിരം കോടികൾ ഇവിടുന്ന് കടത്തപ്പെട്ടിട്ടുണ്ട്. അത്രയായിരം കോടികൾ ഈ നാടിനെ വിറ്റ് പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അതായത് 50 കിലോ ആണ്. ഇപ്പോൾ ഈ അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന യുദ്ധത്തിൻ്റെ അടിത്തറ എന്നാണെന്നറിയോ? 50 കിലോ യുറാനിയമാണ്. ആകപ്പാടെ ഇറാൻ്റെ കയ്യിലുള്ള 50 കിലോയാണ്. അതിനുവേണ്ടി യുദ്ധം നടക്കുന്നത്. ഞാൻ പറഞ്ഞത്, യുറാനിയം ഉണ്ടാക്കാൻ കഴിയുന്ന തോറിയം ഇവിടെ ഉണ്ട്, മോണോസൈറ്റ് ഇവിടെ ഉണ്ട്, അത് പ്രൂവ്ഡാണ്. അത് കടത്തപ്പെട്ടിട്ടുണ്ടോ നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. വളരെ ഗൗരവമായി പഠിക്കേണ്ട വിഷയമാണ്. ഇത് നാഷണൽ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ കൂടെയാണ്. അല്ല, ഇത് കടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് മോണോസൈറ്റ് ഇവിടെ ഇവർ പറയുന്ന ഇലുമിനേറ്റ് ഉണ്ടാക്കിയെന്ന് മാത്രമാണ്. ഇലുമിനേറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇലുമിനേറ്റിനകത്ത് 0.4% തോറിയമുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ തോറിയമുണ്ട് എങ്കിൽ അത് ആണവായുധങ്ങൾ പോലും നിർമ്മിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യാതെ ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോയാൽ അവിടെ അത് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യങ്ങൾ ഉൾപ്പെടെ നമുക്കെതിരെ അത് ആയുധമായി ഉപയോഗിച്ചിട്ടില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഇത് നിസ്സാര കാര്യമല്ല. ഞാൻ പറഞ്ഞപ്പോൾ ഇതിനു മുമ്പും പലരും ചിരിച്ചിട്ടുണ്ട്. ഇത് ചിരിക്കേണ്ട ഒരു കാര്യമല്ല. കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്നൊരു വിഷയമാണ് കേരള തീരത്തെ കരിമണലും അതിൻ്റെ വ്യാപനവും. ഇപ്പോൾ ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ എന്താ ആദ്യം ചെയ്തത്? പ്രൈവറ്റൈസേഷൻ ശ്രമിച്ചു, നമ്മൾ എതിർത്തു. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു അല്ലേ? ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചില്ലേ മുഖ്യമന്ത്രി? അതാ ഒരു 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 തെലങ്കാന കമ്പനിയുമായി കരാറൊക്കെ ആയിരുന്നു, നിങ്ങളെല്ലാം അറിഞ്ഞതാണ്. അത് രംഗത്ത് വന്നപ്പോൾ അത് പിൻവലിച്ചു. അതാണ് സംഭവം. മറ്റൊരു കാര്യം, പൂഞ്ഞാറിൽ മത്സരിക്കുന്ന സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച പണം കൃത്യമായി നോ കമന്റ്സ് അതൊക്കെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. താങ്കളാണല്ലോ ചുമതലക്കാരൻ. അല്ല, അതൊക്കെ പാർട്ടി കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ അതിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇന്നത്തെ വിഷയവും അതുമായി യാതൊരു ബന്ധമില്ല. അതിനെക്കുറിച്ചുള്ള മറുപടി അദ്ദേഹം നല്ല വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിസ്സാരമാണ്, ഇനി വരാനുണ്ട്, ഒരു സംശയം വേണ്ട. അതൊക്കെ കയ്യിൽ കിട്ടിയ ഡോക്യുമെന്റ്സുകളല്ല ഈ 85 എന്നൊക്കെ പറയും. ഇത് 85 ഞാൻ തുടക്കം മുതലേ പറയുന്നത് ഈ 2 കോടിയോ 2,78,000 ഒന്നും അല്ല. അതിനൊക്കെ എത്രയോ വലിയ തുകകൾ. ഞാൻ പറഞ്ഞല്ലോ, ഈ കുറ്റാരോപിതമായ എല്ലാ കമ്പനികളിൽ നിന്നും അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. അത് വീണ പറഞ്ഞു അങ്ങനെ, ഇത് എൻ്റെ അല്ലെന്ന്. ഈ നിമിഷം വരെയും വീണ, ഞാൻ ഒരു കാര്യം ചോട്ടെ, ഇത്രയും ദിവസത്തിനിടയിൽ നിയമപരമായോ അല്ലാതെയോ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വീണ തൈക്കണ്ടിയിലെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. അവരെ നിഷേധിച്ചില്ല, പിന്നെ നമ്മളെന്തിനാണ് അവരെ നിഷേധിക്കുന്നത്? ഈ നിമിഷം വരെ വീണയെ നിഷേധിച്ചിട്ടില്ല. ഇത് ഓരോ സാധനം കസ്റ്റഡി എടുക്കുമ്പോഴും കൃത്യമായി മാർക്സ് എഴുതി ഒപ്പിട്ടല്ലേ എടുക്കുന്നത്. പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിലാണ്. പിണറായിയോടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. അല്ല, ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഏറ്റെടുത്താൽ ഇപ്പോൾ പിറ്റേ ദിവസത്ത് പോയില്ലേ? ഏറ്റെടുത്താൽ പിന്നെ കേസ് കുറ്റം അഡ്മിറ്റ് ചെയ്യുന്നതിനൊന്നുമില്ലല്ലേ? ഏറ്റെടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ വീണയ്ക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യമൊന്നും പെടുത്തൊന്നുമില്ല. എന്ത് ചോദിച്ചാലും ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞ ഒരു ഇതാണല്ലോ. എന്ത് ചോദിച്ചാലും അച്ഛനെ അറിയത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അച്ഛനെ അറിയത്തുള്ളൂ, അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ, അച്ഛനാണ് പ്രതി. എന്തോ സ്വാഭാവികമായിട്ടും ഈ 85 ലക്ഷം രൂപയുടെ ഒരു ഹവാല ഇടപാട് മാത്രമാണ് ഇതിൽ നടന്നിട്ടുള്ളൂ എന്ന്, അതുകൊണ്ട് അവിടെ മാത്രം ഒന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തോ അവസാനം എഴുതി വെച്ചേക്കൊരു സാധനത്തിൽ കിട്ടിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊന്നും തെളിവുകളുള്ളത് ഇപ്പോൾ ഈ ഒരു കാര്യം കിട്ടി, ആ രേഖയിൽ നിന്ന് കിട്ടി. ഒരു പക്ഷേ 2022 ഈ സംഭവത്തിനൊക്കെ ശേഷമായിരിക്കാം ഒരു പക്ഷേ ഈ ട്രാൻസാക്ഷൻ നടന്നിട്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ഡയറിയിൽ എഴുതി വെച്ചത്. അല്ല, അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ ഒരു ഘട്ടത്തിലും ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്, ഭാരതീയ ജനതയുടെ ഭാരവാഹിയാണ്. ഈ അന്വേഷണത്തിന് ഒരു ഘട്ടത്തിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയില്ല.